ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഇന്ന് അധികാരത്തിലേറും. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുക. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയെ പ്രതികരിച്ച് ബംഗ്ലാദേശിലെത്തും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലെ കാലാവസ്ഥയൊക്കെ മെച്ചപ്പെട്ടു എന്ന് സന്തോഷമുണ്ടല്ലോ. പറയൂ ബൽറാം, അതിന്റെ കാര്യം പറഞ്ഞിട്ട് വാർത്തയിലേക്ക്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഡൽഹിയിലെ കാലാവസ്ഥ, അതായത് ഈ ശൈത്യകാലത്തിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നു. അല്പം ചൂടിലേക്ക് ഡൽഹി കടക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണത്തിനും കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറെ ആശ്വാസമുണ്ടായിട്ടുണ്ട്. അതേസമയം വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ ഭരണത്തിന് വിരാമമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സർക്കാർ ഇന്ന് അധികാരത്തിലേക്ക് എത്തുകയാണ്. താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് ബംഗ്ലാദേശിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കും. രാവിലെ 9 മണിക്കാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്കാണ് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചൊല്ലുക. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആയിരിക്കും പുതിയ സർക്കാരിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. 13 രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരെ ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. പകരം ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാകും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ദീർഘകാലമായ സൗഹൃദത്തിന്റെ അടയാളമായാണ് ഒരു ഇന്ത്യൻ പ്രതിനിധി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കിയിരിക്കുന്നത്. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ BNP സർക്കാർ രൂപീകരിക്കുന്നത്. അത് വലിയ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് നടന്ന 299 സീറ്റുകളിൽ 209 സീറ്റുകളും നേടിയാണ് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. സ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.